രാത്രി ലൈവില് ഭയങ്കര വിഷയങ്ങളാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുണ്ടായിരുന്നത്. അവർ മൊത്തം ലൈവ് അവർ രണ്ടുപേരെയും മാത്രമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ, അവിടെ ജാസ്മിന് കിട്ടേണ്ട ഉത്തരങ്ങൾ അത് ഗബ്രി നൽകാൻ തയ്യാറാവാത്തതായിരുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടത് തന്നെയാണ്. പക്ഷെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവരത് കണ്ടന്റാക്കി വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ പൊട്ടിക്കരയുന്നു, വിഷമിക്കുന്നു, അവിടെ ജാസ്മിൻ്റെ അടുത്ത് ചൂടാവുന്നു ഗബ്രി. അതിനുശേഷം അവിടെ ജാസ്മിൻ എനിക്ക് പേടിയാവുന്നു ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടുന്നു. അതിനുശേഷം അവിടെ എല്ലാം സോൾവ് ചെയ്തുകൊണ്ട് വീണ്ടും വന്ന് ഇവർ തമ്മിലിരുന്ന് ബാത്റൂം ഏരിയയിൽ സംസാരിക്കുന്ന സമയത്ത് വീണ്ടും ഇവള് കരയാനായിട്ടും വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് ഗബ്രി ജാസ്മിനെ ഹഗ് ചെയ്യുന്ന നല്ല സ്ട്രോങ് ആയിട്ട് ആ പിടിച്ച് ഹഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവിടെ ജാസ്മിൻ ആ വിടിയിപ്പിക്കുന്നുണ്ട്. ഗബ്രി ഹഗ് ചെയ്തത് വിടിയിപ്പിച്ച് മാറിയിരിക്കുന്ന ജാസ്മിനെ കാണാനായിട്ട് സാധിച്ചു. അതെന്താണ് ജാസ്മിൻ അങ്ങനെ ചെയ്തത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതുവരെ ഹഗ് ചെയ്യാനോ ഒന്നിനും ഒരു മടിയും ഇല്ലാതിരുന്ന ജാസ്മിനെ അവിടെ ഈ ഒരു ഹഗ്ഗിങ് എന്തുകൊണ്ടോ അവിടെ തൃപ്തിയല്ലാത്തതുപോലെയോ ഇഷ്ടപ്പെടാത്തതുപോലെയോ തള്ളി മാറ്റുന്ന ജാസ്മിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. എന്നിട്ട് വീണ്ടും അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഒരുപാട് നേരം. അതിനുശേഷം പിന്നീട് അവിടെ പുറത്തു പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. പുറത്തു പോയി ഇരുന്നല്ല, കിടന്നാണ് സംസാരിച്ചിരുന്നത്, ഗാർഡൻ ഏരിയയിൽ പോയിട്ട്. ആ സമയത്ത് ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും നിൻ്റെ അടുത്ത് തുറന്നു പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്, പക്ഷെ നീ അതിന് സമ്മതിച്ചില്ല. അപ്പോഴേക്കും നീ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി. നീ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ എനിക്കത് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. നിന്നെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ നിൻ്റെ അടുത്ത്, ഈ ലോകത്തുള്ള ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരിൽ ഒരാളാണ് നീ എനിക്ക് വിഷമിക്കുന്നത് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നോട് എനിക്ക് പ്രണയമാണ്, പക്ഷേ അത് ശരിയല്ല. നമ്മൾ തമ്മിൽ ഫ്രണ്ട്സാണ്. നാളെ മുതൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ, അല്ലാതെ ഇനി യാതൊരു വിധത്തിലുള്ള കണക്ഷനും നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല. ഇനി ഫ്രണ്ട്സ് എന്ന നിലയിൽ മാത്രമേ മുന്നോട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഗബ്രി സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ജാസ്മിൻ കിടന്ന് കരയുന്നുണ്ട്. നിന്റെ കണ്ണിൽ നിന്ന് ഇപ്പോഴും കണ്ണുനീര് വരുന്ന എനിക്ക് സഹിക്കുന്നില്ല ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗബ്രിയെ കാണാം. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണെന്ന്. അപ്പോൾ നീ ഓക്കെ ആയിട്ടാണ് നിന്റെ കണ്ണിൽ നിന്ന് ഇത്രയും കണ്ണീര് വരുന്നത് എന്ന് ഗബ്രി അവിടെ ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല ഗബ്രി, നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടാതെ മുഴുവൻ ഇരുന്ന് കേട്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രണ്ടുപേർക്കും കൃത്യമായ ഉത്തരം അതിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. രണ്ടുപേരും വീണ്ടും ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പോയി കിടന്നോളൂ ജാസ്മിൻ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ വിടുന്ന ഗബ്രിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഇവർക്കിടയിൽ യഥാർത്ഥത്തിൽ പ്രണയമുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അവിടെ ജാസ്മിൻ അവിടെ എനിക്ക് പ്രണയമാണെന്ന് പലതവണയായിട്ട് തുറന്നു പറയുന്നു. എന്നാൽ ഗബ്രി അത് പറയുന്നുണ്ടെങ്കിൽ പോലും ഗബ്രി പിന്നീട് അത് എതിർക്കുന്നു. പല സമയത്ത് പല വർത്തമാനമാണ് ഗബ്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ജാസ്മിൻ ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് ജാസ്മിൻ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് ജാസ്മിൻ വിഷമിച്ച് കരഞ്ഞിരിക്കുമ്പോൾ എനിക്ക് നിന്നോട് പ്രണയമാണ്, നീ സങ്കടപ്പെടുന്നതും കരയുന്നതും എനിക്ക് സഹിക്കില്ല, ഞാൻ അത്രയും വിഷമിക്കുന്നു നിന്റെ മുഖം കാണുമ്പോൾ എന്ന് പറയുന്നു. ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ഇവർക്ക് പോലും ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമായിട്ടാണ് നമുക്ക് ലൈവ് കാണുന്ന സമയത്ത് തോന്നുന്നത്. കാണുന്ന പ്രേക്ഷകരെ വീണ്ടും മണ്ടന്മാരും പൊട്ടന്മാരും ആക്കിക്കൊണ്ട് ഈ ഷോയിൽ ഇവർ ഈ നാടകം എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്?